ജോയി എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിനിടയായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നു. കേട്ടില്ല, ചോദിച്ചാളിന് ഞാൻ പറഞ്ഞു കേട്ടോ. ജോയി എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ 117 മീറ്റർ ദൂരമുണ്ട്. 6 റെയിൽവേ ട്രാക്കിലൂടെയാണ് ഈ രാമേഴഞ്ചന്തോട് കടന്നുപോകുന്നത്. രാമേഴഞ്ചന്തോട് നമ്മുടെ തമ്പാനൂർ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ റോഡിൻ്റെ അടിയിൽ കൂടെ ഈ 6 റെയിൽവേ ട്രാക്കിൻ്റെ അടിവശത്തൂടെ കടന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം അതവിടെ മറ്റു ഒരു ഏജൻസിക്കും അതിനകത്ത് കയറാൻ വേണ്ടി 1995 ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ മേയറായിരുന്ന സമയത്ത് അന്ന് നമ്മുടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അവർ പരിശോധന നടത്തുക. അത് ജില്ലാ കളക്ടർ കേന്ദ്ര ഗവൺമെന്റ് സർവീസ് പോയിട്ട് പോയി എറണാസുന്ദർ രാജായിരുന്നു അന്ന് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർമാർക്ക് ചില അധികാരങ്ങളുണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുക്കാൻ എവിടെ വേണോ കയറി ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ നടപടികളുണ്ട്. പക്ഷെ റെയിൽവേക്കാർ അവര് സമ്മതിക്കില്ല. ഇവിടെ ഇപ്പോൾ ഈ മല്ലജലം അവിടെ വൃത്തിയാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്ക് തന്നെയാണ്. അപ്പൊ കാര്യം വളരെ ഗൗരവമാണെന്ന് കണ്ടുകൊണ്ടാണ് റെയിൽവേ അധികൃതർ ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നത്. ഒരു കരാറുകാരൻ കൊണ്ടുവന്ന 3 തൊഴിലാളികളാണ്. 3 തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല തൊഴിലാളികളെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യമില്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ട്രെയിനിൽ നിന്നുള്ള ട്രെയിൻ തമ്പാനൂർ വന്ന് സർവീസ് അവസാനിക്കുന്ന ട്രെയിനിലുള്ള എല്ലാം ഞാൻ അടിയോരിട്ട് പറയും, എല്ലാ അവശിഷ്ടങ്ങളും ഈ അമേരിക്കത്തോടുണ്ട്. സകല അവശിഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം ഞാൻ കൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്കൂബ് ഡൈവിംഗ് സെറ്റിന്റെ ഫയർഫോഴ്സിന്റെ സുഹൃത്തുക്കളും മറ്റു തൊഴിലാളികളും ഇതിനു വേണ്ടി ബോധിച്ചവർ ആ പ്രൊഫഷണലൊക്കെ പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അവരെ നന്ദി പറയണേ, എന്തുമാത്രം എങ്ങനെ അവരോട് നന്ദി പറഞ്ഞത് അറിയാത്ത രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഓക്സിജനെല്ലാം വെച്ചുകൊണ്ട് ഓക്സിജൻ സിലിണ്ടറെല്ലാം വെച്ചുകൊണ്ടാണല്ലോ ഇവര് ഡൈവ് ചെയ്ത് പിന്നെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൽ നിന്ന് വരുന്ന കട്ടപിടിച്ചെടുക്കുന്ന സാധനങ്ങൾ കൊണ്ടത് പാറയേക്കാൾ വലിയ രൂപത്തിൽ കട്ടപിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേ തന്നെയാണ്. ഞാൻ ഇന്നലെ രാവിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അവിടെ കൊണ്ടുവരുന്നു. റെയിൽവേ അടക്കമുള്ള റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ വന്നിട്ടായിരുന്നു, അതേ സ്ഥലത്തില്ലായിരുന്നു, മറ്റുള്ള ആൾക്കാർ വന്നിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി. പക്ഷെ ഇപ്പം ആ സമയത്ത് തർക്കിക്കാനുള്ള സമയമല്ലായിരുന്നു. ജോയി എന്ന് പറഞ്ഞ ആ തൊഴിലാളിയെ ആ തൊഴിലാളിയുടെ വീടിന്റെ ഒരു പടം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം എഡിഷനിലൊക്കെ വന്നിട്ടുണ്ട്. വാടകയ്ക്കാണ് താമസിക്കുന്ന പാറശാല മേഖലയിലാണ് താമസിക്കുന്നത്. വെറും ബോർഡ് വെച്ചിട്ട് മറച്ചിട്ടുള്ള ഒരു വീടാണ്. ഇത്ര ആ ദയനീയ ദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരം ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. അല്ലാതെ വേറെ ആരും ഇറങ്ങില്ല. 1 മിനിറ്റ് ആ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അയാൾ മുഴുവൻ പോകും. അത്ര ഒരു സ്ഥിതിയാണ്. അപ്പൊ അതിന്റെ ഒരു അവസ്ഥയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ പരമാവധി നഷ്ടപരിഹാരം ഈ മരിച്ച കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല അടിയന്തരമായി ഇന്ന് ഈ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണോ അമേഞ്ചനോട് വൃത്തിയാക്കേണ്ടത് എന്നുള്ള വിവരം ബന്ധപ്പെട്ട വിദഗ്ധന്മാരോട് ആലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കുന്നതിനുള്ള നടപടി ഇന്ത്യൻ റെയിൽവേ സ്വീകരിക്കണം.